ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂണിക് കിഡ്സ്. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് വളരെ ഈസി ആയിട്ട് ആർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സിമ്പിൾ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് 1 kg അളവിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് വാനില സ്പഞ്ചാണ് ഞാനിതിൽ വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇന്നലെ ഇട്ട സമയത്ത് 2-3 ആൾക്കാർ ട്രൈ ചെയ്തിട്ട് സക്സസ്ഫുൾ ആയി എന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ആ ഒരു കേക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സക്സസ് ആവും എന്നുള്ളത് 100% ഷുവറാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എല്ലാവരോടും വേറൊരു കാര്യം പറയാനുള്ളത്, ഇന്നലെ ഞാൻ ആ ഒരു ഗിവ് അവേയുടെ കാര്യം പറഞ്ഞ സമയത്ത് ഒരുപാട് നല്ല സജഷൻസ് വന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് 2-3 സാധനങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെയാണ് നമ്മുടെ ഗിവ് അവേയുടെ സെക്കൻഡ് അനൗൺസ്മെൻറ്റ് ഞാൻ ചെയ്യുന്നത്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എല്ലാവരുടെ സജഷൻസും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് നമ്മൾ ആദ്യം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കാം. 1/4 കപ്പ് മൈദ പ്ലസ് 1 ടേബിൾ സ്പൂൺ, അതിൻ്റെ കൂടെ 3 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒരൊറ്റ വട്ടം മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് 4 മുട്ട, 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ്, 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ മിക്സ് ചെയ്തേക്കുന്നത് ഒരു വിസ്ക് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ബീറ്റർ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര തന്നെ ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ ഒരു ഫോർക്ക് ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിത് സക്സസ്ഫുൾ ആയിട്ട് കിട്ടും. കുറച്ചധികം നേരം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാനിതിൻ്റെ തൊട്ട് മുമ്പേയുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു കേക്കിൻ്റെ മിക്സ് നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി. നമ്മൾ 4 മുട്ട എത്രയാണോ വെച്ചിട്ടുള്ളത് അതിൻ്റെ ഡബിളായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ആവുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഹാൻഡ് വിസ്ക് ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റും ബീറ്റർ ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ ഒരു 7 മിനിറ്റിലും ഇത് നന്നായിട്ട് ബീറ്റായിട്ട് കിട്ടും. ബീറ്റർ ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് ലോ സ്പീഡിലും ബാക്കി 5-6 മിനിറ്റ് നല്ല ഹൈ സ്പീഡിലും ഇട്ടിട്ട് വേണം ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ പാലും 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാം. പാലില്ലാന്നുണ്ടെങ്കിൽ പാൽപ്പൊടി മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇതിന് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം അതിലോട്ട് നമ്മൾ ആദ്യം അരച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക. 3 ബാച്ചസ് ആയിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് ഫോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ മൈദ ചില സ്ഥലത്ത് കട്ട പിടിച്ചിട്ടിരിക്കുകയും ചെയ്യും. ഇത് ഞാനിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ മിക്സ് ഉണ്ടാവുക. ഇനി നമുക്കിത് ബേക്കിംഗ് ട്രേയിലോട്ട് മാറ്റി കൊടുക്കാം. ഞാൻ 7 ഇഞ്ചിൻ്റെ ഒരു പാത്രം നന്നായിട്ട് ഗ്രീസ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഗ്രീസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഓയിലും ബട്ടറും ഒന്നും ഇട്ടിട്ട് ഗ്രീസ് ചെയ്തെടുക്കരുത്. വളരെ കുറഞ്ഞ എമൗണ്ടിൽ അത് ജസ്റ്റ് ഒന്ന് ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തെടുത്താൽ മതി. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സൈഡ്സ് പെട്ടെന്ന് കുക്കായിട്ട് അവിടെ ഇങ്ങനെ വല്ലാണ്ടൊരു കട്ടിയായ പോലെ ആയി പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഇനി ഞാൻ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് അത് പ്രീഹീറ്റ് ആയിട്ടുള്ള കടായിയാണ്. അതിലോട്ടൊരു 25 മുതൽ 30 മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒരു 30 മിനിറ്റിനുള്ളിൽ നമുക്കിത് ബേക്കായിട്ട് കിട്ടും. അപ്പോൾ ചിലർക്ക് ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ടാവും, അത് കാര്യമാക്കണ്ട. ഇതിപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് കുറച്ച് നേരം പുറത്ത് വെച്ചിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. കേക്ക് അത്യാവശ്യം ചൂടാറിയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. നിങ്ങൾക്ക് കേക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണത്. അപ്പോൾ നമുക്കിത് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാൻ ടേൺ ടേബിളിൻ്റെ മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1 kg നമ്മൾ കേക്ക് ചെയ്യുന്ന സമയത്ത് 1.25 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ നമുക്ക് കറക്റ്റ് അത് ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടി വരുന്നത്. അപ്പോൾ 1.25 കപ്പ് ക്രീം ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കേക്കിൻ്റെ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ലെയർ ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലോട്ട് കുറച്ച് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ആ ഒരു വിപ്പിംഗ് ക്രീം എടുത്തിട്ട് മേലെ ഭാഗം കവർ ചെയ്ത് കൊടുക്കാം.
കവർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ചിപ്സോ അല്ലെങ്കിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റിൻ്റെ പീസസോ ഇട്ട് കൊടുത്തിട്ട് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഞാനിവിടെ ആ ഒരു ഇടുന്ന ചോക്ലേറ്റിൻ്റെ ചിപ്സൊക്കെ പുറം ഭാഗത്താണ് അധികം വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം. എന്നിട്ട് സെക്കൻഡ് ലെയറും തേർഡ് ലെയറും അതേപോലെ തന്നെ ചെയ്യുക. തേർഡ് ലെയറിൽ നമ്മൾ മേലെ ഭാഗത്ത് ചോക്ലേറ്റ് ഇടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ മേലെ ഭാഗത്തും ഞാൻ നല്ലപോലെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം ഈ ഒരു കേക്ക് നന്നായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം മെയിൻ ഐസിങ് ചെയ്യുക. ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് മെയിൻ ഐസിങ്ങിലോട്ട് പോവുകയാണ്. എനിക്ക് ഒരുപാട് സമയമില്ലാതെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് മെയിൻ ഐസിങ്ങും കൂടെ ചെയ്യുകയാണ്. ഈ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കും അതേപോലെ തന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഫിനിഷിങ് വരുത്തേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ അതിൻ്റെ സൈഡ്സൊക്കെ ചോക്ലേറ്റ് വെച്ചിട്ട് കവർ ചെയ്യുന്നതുകൊണ്ട് സൈഡ്സിൽ എത്രമാത്രം ഫിനിഷിങ് വരുന്നു എന്നുള്ളത് പുറത്ത് കാണില്ല. ഈ ഒരു 2 കേക്കിലും മാത്രം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. എല്ലാ കേക്കിലും ചെയ്യുന്ന സമയത്ത് കേക്ക് ബോറായിട്ട് പോകും. അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ അത്ര ഫിനിഷിങ് കൊടുത്തിട്ടേ ഉള്ളൂ. എന്നിട്ട് ഞാൻ സൈഡ്സിൽ ഞാൻ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് പതുക്കെ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഐസിംഗ് ഒക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ഐസിംഗ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ടിപ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഷാർപ്പ് എഡ്ജ് എങ്ങനെയാണ് കിട്ടുന്നതെന്നൊക്കെയുള്ള ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിപ്പോൾ കംപ്ലീറ്റ് ഐസിങ് ചെയ്ത് ഞാൻ അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ്സും വളരെ പതുക്കെ വെച്ച് കൊടുക്കുക. നമ്മൾ കൈവച്ച് അമർത്തുന്ന സമയത്ത് ആ ഒരു ചോക്ലേറ്റും അതേപോലെ വിപ്പിംഗ് ക്രീമും കേക്കിൻ്റെ ഉള്ളിലോട്ട് പോകും. അപ്പോൾ വളരെ പതുക്കെ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അത് പെട്ടെന്ന് അതിന്മേൽ പറ്റി പിടിച്ചോളും ക്രീം ആയതുകൊണ്ട്. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ N1 നോസിൽ വെച്ചിട്ട് ഒരു റോസറ്റ ഡിസൈനാണ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ നടുവിൽ ഇട്ടേക്കുന്നത് നമ്മുടെ റൈസ് പോപ്സ് ആണ്. അത് നമുക്ക് കടയിലൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കുക. അപ്പോൾ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ അതിനനുസരിച്ച് ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ ഇട്ടേക്കുന്നത് അത് ഒരു ഷുഗർ ബോൾസ് ആണ്, ഒരു ഗോൾഡൻ ഷുഗർ ബോൾസ്. അത് 50 ഗ്രാമിന് 100 രൂപയാണ് വരുന്നത്. കേക്കിൻ്റെ ഐറ്റംസൊക്കെ കിട്ടുന്ന ഷോപ്പിൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഈ ഒരു റൈസ് പോപ്സും നമുക്ക് കേക്കിൻ്റെ കടയിൽ നിന്ന് തന്നെ മേടിക്കാൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ആമസോണിൽ അവൈലബിൾ ആണ്. 100 രൂപയാണ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയപ്പോഴുള്ള വില. ആമസോണിൽ 150 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ വേറൊരു വൈറ്റ് ഫോറസ്റ്റിൻ്റെ റെസിപ്പിയും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെ സ്പഞ്ച് ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയും ഇട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഒരു കേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി വളരെ കറക്റ്റായിട്ട് കിട്ടും. നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഗിവ് അവേയുടെ കാര്യം ആരും മറന്നു പോകണ്ട. നാളെ നമുക്ക് പുതിയ ഗിവ് അവേയുടെ അനൗൺസ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അതുവരെ എല്ലാവരും കീപ്പ് വാച്ചിങ്.